എഴുതപ്പെട്ടിരുന്നത് പോലെ ക്രിസ്തു പീഡകൾ സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ കുരിശുമരണത്തെ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ചരിത്രപരമായ ഒരു അന്വേഷണമാണ് ഈ രാത്രിയിൽ നമ്മൾ നടത്തുന്നത്. എന്താണ് യേശുവിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടത്? എങ്ങനെയാണ് യേശു മരിച്ചത്? യേശുവിൻ്റെ അന്ത്യദിനങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതിനെ നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് 4 സുവിശേഷങ്ങൾ പറയുന്നതിനെ നമ്മളൊരു വ്യക്തതയിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. നിങ്ങൾ നന്നായിട്ട് എൻ്റെ പിന്നാലെ വരണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ആളുകളും യേശുക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കാത്ത ആളുകൾ പോലും ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ, ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ചരിത്രരേഖകൾ, പ്രത്യേകിച്ച് യഹൂദ ചരിത്രകാരനായ ജോസേഫൂസ്, ഒക്ടേവിയൻ തുടങ്ങിയ ചരിത്രകാരന്മാരുടെ ചരിത്രരേഖകളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവനൊരു അത്ഭുത പ്രവർത്തകൻ ആയിരുന്നു എന്നാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. യേശുവിനെ പുറം ലോകം കണ്ടിരുന്നത് ഒരു അത്ഭുത പ്രവർത്തകനായിട്ടാണ്. പുറം ലോകം യേശുവിനെ തിരിച്ചറിഞ്ഞത് ഒരു മിറക്കിൾ വർക്കറായിട്ടാണ്, അത്ഭുത പ്രവർത്തകനായിട്ടാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതിനെ തുറന്ന് ഹല്ലേലൂയാ. യേശുക്രിസ്തുവിനെ കുറിച്ച് പുറം ലോകത്തിന് മനസ്സിലായിരുന്നത് അവൻ ദൈവമാണ്, കർത്താവാണ്, ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പുറം ലോകം ആ കാലഘട്ടത്തിൽ യേശുവിനെ മനസ്സിലാക്കിയിരുന്നത് ആരായിട്ടാണ്? ഒരു അത്ഭുത പ്രവർത്തകനായിട്ടാണ്. ഈശോ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി ആ കാലഘട്ടത്തിലുള്ളവർക്ക് അറിയാമായിരുന്നു. അവരതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. യേശു ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ അത്ഭുത പ്രവർത്തകനായ യേശുക്രിസ്തു തനിക്ക് വേണ്ടി ഒരത്ഭുതവും പ്രവർത്തിച്ചിട്ടില്ല. ഇതാണ് യേശുവിൻ്റെ അത്ഭുത പ്രവർത്തന ശേഷിയുടെ അടിസ്ഥാനപരമായ ഒരു തത്വം. യേശു തനിക്ക് വേണ്ടി ഒരത്ഭുതവും പ്രവർത്തിച്ചിട്ടില്ല. ഉദാഹരണത്തിന്, തനിക്ക് വിശന്നപ്പോൾ കല്ലുകളെ അപ്പമാക്കി മാറ്റിയിട്ടില്ല. തനിക്ക് ദാഹിച്ചപ്പോൾ ശൂന്യതയിൽ നിന്ന് വെള്ളം ഉണ്ടാക്കിയിട്ടില്ല. തന്നെ ആക്രമിച്ചവർക്കെതിരെയോ പിടിക്കാൻ വന്നവർക്കെതിരെയോ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെയോ സ്വന്തം അത്ഭുത പ്രവർത്തന ശേഷി ഉപയോഗിച്ച് എന്തെങ്കിലും കർത്താവ് ചെയ്യുന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ബൈബിളിന് പുറത്തും അങ്ങനെ രേഖകളില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവം യേശുക്രിസ്തുവിന് നൽകിയ ആ ശക്തി ഉപയോഗിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് അവൻ ചുറ്റി സഞ്ചരിച്ചുവെന്നാണ് സുവിശേഷങ്ങൾ യേശുവിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? സുവിശേഷങ്ങൾ യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു. അവൻ നന്മ ചെയ്ത് ഇങ്ങനെ നടന്നു പൊക്കോണ്ടിരുന്നു. എല്ലായിടത്തും അവൻ നന്മ ചെയ്തുകൊണ്ടിരുന്നു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ നന്മ ചെയ്ത് സഞ്ചരിച്ച അവൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് ഒരിക്കൽ പോലും മറ്റൊരാളെ കീഴ്പ്പെടുത്താനോ മറ്റൊരാളെ നശിപ്പിക്കാനോ മറ്റൊരാൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ തുനിഞ്ഞില്ല എന്നുള്ളതാണ് യേശുവിൻ്റെ ഒരു പ്രത്യേകത. ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 വർഷമാണ് യേശുവിൻ്റെ പരസ്യ ജീവിതം. ആ 3 വർഷത്തെ പരസ്യ ജീവിതത്തെ സുവിശേഷകന്മാർ സംഗ്രഹിച്ച് പറയുന്നത് അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു എന്നാണ്. അങ്ങനെ നന്മ മാത്രം ചെയ്ത് സഞ്ചരിച്ച ഒരു വ്യക്തി ഒടുവിൽ വധിക്കപ്പെട്ടു. 3 വർഷമാണ് അവൻ്റെ പരസ്യ ജീവിതം. 30 വയസ്സ് വരെ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് പൊതുജനത്തിന്, സാമാന്യ ജനത്തിന് കാര്യമായ അറിവുകളില്ല. ആകെക്കൂടി യേശുക്രിസ്തുവിനെ പൊതുജനം കണ്ടത് 3 വർഷമാണ്. ആ 3 വർഷം നന്മ മാത്രം ചെയ്ത് സഞ്ചരിച്ച, നന്മ മാത്രം ചെയ്ത് യാത്ര ചെയ്ത യേശുവിനെ അവർ വധിച്ചു. യേശുവിനെ കഴുത്ത് വെട്ടിയല്ല കൊല്ലുന്നത്, കത്തി കുത്തിയല്ല കൊല്ലുന്നത്, ശ്വാസം മുട്ടിച്ചല്ല കൊല്ലുന്നത്. യേശുവിനെ കൊല്ലുന്നത് കുരിശിൽ തറച്ചാണ്. കുരിശിൽ തറയ്ക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കുരിശു മരണം, യേശുവിൻ്റെ വധശിക്ഷ, അതൊരു കോടതി ഒരു കുറ്റവാളിയെ വിചാരണ ചെയ്ത് ഒരു കുറ്റവാളിക്ക് കൊടുക്കുന്ന മരണശിക്ഷ, ഒരു ജുഡീഷ്യൽ മേർഡർ,
ഒരു കുറ്റവാളിയെ തൂക്കിക്കൊല്ലുന്നത്, അതായിരുന്നു യേശുവിൻ്റെ മരണം. യേശു മരിച്ചത് അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു മരണമല്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചില കാര്യങ്ങൾക്ക് വ്യക്തത വരാൻ നമുക്ക് അങ്ങനെ പറഞ്ഞു പോയേ പറ്റൂ. യേശുവിനെ കുരിശിൽ തറച്ചാണ് കൊന്നത്. പേർഷ്യക്കാരാണ് കുരിശ് മരണം കണ്ടുപിടിച്ചത്. കഴുമരത്തിൽ തൂക്കിക്കൊല്ലുന്ന ആ കൊലപ്പെടുത്തുന്ന രീതി, ആ ശിക്ഷാ സമ്പ്രദായം കണ്ടുപിടിച്ചത് പേർഷ്യൻ ജനതയാണ്. റോമാക്കാർ ആ ശിക്ഷാവിധി അവർ ഏറ്റെടുക്കുകയായിരുന്നു. കുറ്റവാളിയുടെ രക്തം ഭൂമിയിൽ വീണാൽ ഭൂമിക്ക് ശാപമുണ്ടാകും എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് കുരിശു മരണം എന്ന ശിക്ഷാ സമ്പ്രദായം അവർ രൂപപ്പെടുത്തിയത്. റോമാക്കാർക്ക് നാട്ടിൽ നീതിയും നിയമവും സ്ഥാപിക്കാൻ ആളുകളെ ഭയപ്പെടുത്തണമായിരുന്നു. അതുകൊണ്ട് മനുഷ്യരെ ഭയപ്പെടുത്താൻ വേണ്ടി, മനുഷ്യരുടെ ഉള്ളിൽ ഭയമുണ്ടാക്കാൻ വേണ്ടി അവർ പൊതുനിരത്തുകളിൽ, മനുഷ്യർ കാണുന്ന ഇടങ്ങളിൽ മനുഷ്യരെ കുരിശിൽ തറച്ച് കൊല്ലുമായിരുന്നു. റോമൻ പട്ടാളം അങ്ങനെ ഏതാണ്ട് 5000-ഓളം ആളുകളെ കുരിശിൽ തറച്ച് കൊന്നിട്ടുണ്ട് എന്നാണ് ചരിത്രരേഖകൾ. ചൊത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ യേശു ക്രിസ്തു ഈ 5000 പേരോളം കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെട്ട 5000 പേരിലെ ഒരാളാണ് യേശു ക്രിസ്തു. പക്ഷെ അവൻ്റെ മരണം ലോക ചരിത്രത്തിലെ വ്യത്യസ്തമായ ഒരു മരണമായി മാറി. ഇതൊരു ജുഡീഷ്യൽ മർഡർ ആയിരുന്നു. ഒരു കോടതി വിചാരണ നടത്തി വിധി പ്രഖ്യാപിച്ചതാണ് ഇവനെ കുരിശിൽ തറച്ച് കൊല്ലണം എന്ന ശിക്ഷാവിധി. ഇനി കുരിശിൽ തറയ്ക്കുമ്പോൾ അവനെ ആണിയടിച്ചാണ്, നിങ്ങൾക്കറിയാം, ആണിയടിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ കൈത്തണ്ടയിലല്ല ആണിയടിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള ചിത്രങ്ങളിലൊക്കെ യേശുവിൻ്റെ കയ്യിലെ കുരിശടയാളത്തിൻ്റെ ആണിപ്പാട് ഈ കൈത്തണ്ടയിലാണ്, ഈ കൈവെള്ളയിലാണ്. കൈവെള്ളയിലല്ല ആണിയടിക്കുന്നത്. കൈവെള്ളയിൽ ആണിയടിച്ചാൽ, ഇങ്ങനെയാണ് കുരിശുമരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന രേഖകൾ പറയുന്നത്, കൈവെള്ളയിൽ ആണിയടിച്ചാൽ ഈ വിരലുകൾക്കിടയിലൂടെ ആ ആണി പറഞ്ഞു പോവും. ആ ആണിയിൽ നിന്ന്, ആ ആണിയുടെ ബലത്തിൽ നിന്ന് ശരീരം ഊർന്ന് താഴെ പോവും. ഈ വിരലുകൾക്കിടയിലുള്ള വിടവുകളിലൂടെ ഈ കൈവെള്ളയിൽ ആണിയടിച്ചാൽ. അതുകൊണ്ട് ആണി അടിച്ചിരുന്നത് ഈ റിസ്റ്റിലാണ്, കൈത്തണ്ടയിലാണ്. കൈത്തണ്ടയിൽ, നിങ്ങളുടെ കൈത്തണ്ടയിൽ കുത്തി നോക്കിയാൽ അവിടെ ഒരു വിടവുണ്ട്, അവിടെ ഒരു വിടവുണ്ട്. അവിടെ ആണിയടിച്ചാൽ ആ 2 എല്ലുകൾക്ക് നടുവിൽ ഈ ആണി ഭദ്രമായി സുരക്ഷിതമായി നിന്നുകൊള്ളും. ഈ ആണി ഊരിപ്പോരില്ല, ആണിയിൽ നിന്ന് ശരീരം ഊരി താഴേക്ക് പോവില്ല. അതുപോലെ തന്നെ കാലിൻ്റെ കണ്ണയിലാണ് ആണിയടിക്കുന്നത്, കാൽപാദങ്ങളിലല്ല, ആങ്കിൾസിലാണ് ആണിയടിക്കുന്നത്. അതിൻ്റെയും പിന്നിലുള്ള തത്വം ഇതാണ്, ആ ആണിയിൽ നിന്ന് ശരീരം ഊരി മാറിപ്പോവാതിരിക്കാൻ. അപ്പോൾ അങ്ങനെ കുരിശിൽ തറച്ച് കൊല്ലുമ്പോൾ ഈ ആരെയാണോ കുരിശിൽ തറയ്ക്കുന്നത് ആ വ്യക്തിയെ പൂർണ്ണ നഗ്നനായിട്ടാണ് കുരിശിൽ തറച്ച് കൊല്ലുന്നത്. ഞാൻ ഇത്രയും വിശദമായി ഇതിനെക്കുറിച്ച് പറയുന്നത്, ലോക ചരിത്രം കണ്ടുപിടിച്ച, മാനവരാശി മെനഞ്ഞെടുത്ത ഏറ്റവും ഹീനമായ ശിക്ഷാ സമ്പ്രദായമായിരുന്നു കഴുമരത്തിലേറ്റി കൊല്ലുക എന്നത്, കുരിശുമരത്തിൽ കുരിശിൽ തറച്ച് കൊല്ലുക എന്നത്. എക്സ്ക്രൂഷിയേറ്റിംഗ് എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ, അത് അസാധാരണമായ അതിതീവ്രമായ വേദനയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അത് ഈ കുരിശു മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കാണത്. അതായത് കുരിശിൽ തറച്ച് കിടക്കുന്ന വ്യക്തി, യേശുക്രിസ്തു മരിക്കുന്നത് എത്ര സമയത്തിനുള്ളിലാണ്? യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നത് എത്ര മണിക്കാണെന്നറിയാമോ? രാവിലെ 9 മണിക്കാണ്. യേശു കുരിശിൽ മരിക്കുന്നത് എത്ര മണിക്കാണ്? ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ്. അപ്പോൾ യേശു കുരിശിൽ മരിക്കാൻ കുരിശിൽ കിടന്ന സമയം ഏതാണ്ട് 6 മണിക്കൂറാണ്. യേശു ക്രിസ്തു ഒടുവിൽ പടയാളികൾ വൈകുന്നേരം 6 മണിയാവുമ്പോൾ വന്ന് നോക്കുമ്പോൾ യേശു ഓൾറെഡി മരിച്ചിരുന്നു എന്നവർ കാണുകയാണ്. അതായത് കർത്താവ് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ മരിച്ചു. ഈ 6 മണിക്കൂറിനുള്ളിൽ കർത്താവ് മരിച്ചു. എന്നാൽ കുരിശിൽ തറയ്ക്കപ്പെടുന്ന വ്യക്തി ഏതാണ്ട് 2 ദിവസം മുതൽ 7 ദിവസം വരെ കുരിശുമരത്തിൽ തൂങ്ങിക്കിടക്കും. പരമാവധി 7 ദിവസം വരെ ഈ വ്യക്തി കുരിശുമരത്തിൽ ജീവനോടെ തൂങ്ങിക്കിടക്കും. അതായിരുന്നു കുരിശിൽ തറച്ചാൽ ഉള്ള ആ ശിക്ഷാ സമ്പ്രദായത്തിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഈ വ്യക്തി ഇഞ്ചിഞ്ചായിട്ടാണ് മരിക്കുന്നത്. 2 ദിവസം മുതൽ 7 ദിവസം വരെ ദീർഘമായ സമയമെടുത്താവും ഈ വ്യക്തി മരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ട്, സുവിശേഷങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, സന്ധ്യയാവുമ്പോൾ പിറ്റേ ദിവസം സാബത്തായിരുന്നതിനാൽ ശവശരീരങ്ങൾ കുരിശിൽ കിടക്കാൻ പാടില്ല എന്ന് യഹൂദന്മാർ തീരുമാനിച്ചിരുന്നത് കൊണ്ട് പടയാളികൾ വന്ന് യേശുവിനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന 2 പേരുടെ കണങ്കാലുകൾ തകർത്തു.
കണങ്കാലുകൾ എന്തിനാണ് തകർക്കുന്നത്? കണങ്കാല് തകർക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന വ്യക്തി, എന്നെ ശ്രദ്ധിക്കുക, കൈകളിലും കാലുകളിലും ആണിയടിക്കപ്പെട്ട് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന വ്യക്തി ആയാസപ്പെട്ടാണ് ശ്വാസം